ഹായ് എവരിവൺ, വെൽക്കം ടു അനദർ സെഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ജോഗ്രഫി ടോപ്പിക്ക് റിസോഴ്സസ് ആണ്. ഇത് ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ് റിസോഴ്സസ്. നമുക്ക് കുറച്ച് ടൈം എടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് എക്കണോമിക്സിലും ജോഗ്രഫിയിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ബീറ്റ് അഗ്രികൾച്ചറൽ റിസോഴ്സസ് ഓർ അല്ലെങ്കിൽ മിനറൽ റിസോഴ്സസ്, എനർജി റിസോഴ്സസ്, ഇതെല്ലാം ജോഗ്രഫിയിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എക്കണോമിക്സിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരിടത്ത് പഠിച്ച് നമുക്ക് രണ്ടിടത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണിത്. അപ്പോൾ റിസോഴ്സസിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അഗ്രികൾച്ചർ റിസോഴ്സസിനെ പറ്റിയാണ്. അപ്പോൾ അഗ്രികൾച്ചർ റിസോഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം? ഇന്ത്യയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ അത് ഒരു റീജിയണിലെ ക്ലൈമറ്റ്, പിന്നെ സോയില്, അതുപോലെ തന്നെ അവിടെയുള്ള വാട്ടർ അവൈലബിലിറ്റി, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ചേഞ്ച് ആവാറുണ്ട്. നമ്മൾ ഏരിഡ് സെമി ഏരിഡ് റീജിയണിൽ, അതായത് റെയിൻഫോൾ വളരെ കുറവാണ്, ലെസ് ദാൻ 75 സെൻറ്റിമീറ്റർ റെയിൻഫോൾ മാത്രമേ ഒരു ഏരിയയിൽ കിട്ടുന്നുള്ളൂ എങ്കിൽ അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഡ്രൈ ലാൻഡ് ഫാമിംഗ് എന്ന് പറയും. അതായത് ലൈക്ക് ഡെക്കാൻ പ്ലാറ്റ്യൂ, രാജസ്ഥാൻ, ഗുജറാത്ത്, ആ ഒരു ഏരിയ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള, ഭയങ്കര ഈരിഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് വെള്ളം ഭയങ്കര തീരെ കുറവായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ ഹാർഡി ക്രോപ്സ് ആയിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ഹാർഷ് കണ്ടീഷൻസിനെയൊക്കെ സസ്റ്റെയിൻ ചെയ്ത് അതിനെയൊക്കെ തരണം ചെയ്ത് വളരാൻ പറ്റുന്ന ക്രോപ്സിനെയാണ് നമ്മൾ ഹാർഡി ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം കുറവായാലും കുഴപ്പമില്ല, സോയിലിൻ്റെ ന്യൂട്രീഷൻ കുറവായാലും കുഴപ്പമില്ല, ദേ വിൽ സർവൈവ്. അങ്ങനത്തെ ക്രോപ്സ് ആണ് ഹാർഡി ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈ ലാൻഡ് ഏരിയയിൽ നമ്മൾ ഇതുപോലുള്ള ഹാർഡി ക്രോപ്സ് ആണ് വളർത്തുന്നത്. എക്സാമ്പിൾ മില്ലറ്റ്സ് ലൈക്ക് ബാജ്ര, റാഗി, ദെൻ ജോവർ, സോർഗം, പൾസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വെള്ളം കുറവുള്ള ഡ്രൈ ലാൻഡ് ഫാമിങ്ങിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് വെറ്റ് ലാൻഡ് ഫാമിംഗ്. വെറ്റ് ലാൻഡ് ഫാമിംഗ് എന്ന് പറയുമ്പം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കുറച്ച് വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള, വാട്ടർ കുറച്ച് അധികം നീഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസസിലായിരിക്കും, അല്ലെങ്കിൽ വാട്ടർ അത്രയും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസസിലായിരിക്കും നമ്മൾ വെറ്റ് ലാൻഡ് ഫാമിംഗ് നടത്തുന്നത്. വെറ്റ് ലാൻഡ് ഫാമിംഗ് നടത്തുമ്പോൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോപ്പ് എന്ന് പറയുന്നത് റൈസ് ആയിരിക്കും. ആലോചിക്കുക, റൈസ് നമുക്ക് ജനറലി നമ്മൾ റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പാടത്ത് വെള്ളമൊക്കെ നിറച്ചിട്ടിട്ടല്ലേ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വാട്ടർ കൂടുതൽ വേണ്ട ഒരു ക്രോപ്പാണ്. അതുപോലെ തന്നെയാണ് ഷുഗർ കെയിൻ, അങ്ങനത്തെ ക്രോപ്സ് ഒക്കെ നമുക്ക് വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രോപ്സ് ആണ്. അപ്പം റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. എവിടെയൊക്കെ ആയിരിക്കും റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും? ഇപ്പം നമ്മൾ ഇന്ത്യ എടുക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു ഈസ്റ്റേൺ സൈഡിൽ റൈസ് കൾട്ടിവേഷൻ അത്യാവശ്യത്തിന് പ്രോമിനൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കേരളയുടെ റീജിയൻസിലും റൈസ് കൾട്ടിവേഷൻ അത്യാവശ്യം പ്രോമിനൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണെന്ന് പറയാമെങ്കിൽ കോസ്റ്റൽ ഏരിയാസിലും റിവർ ഡെൽറ്റാസിലും, പിന്നുള്ളത് നോർത്ത് ഈസ്റ്റേൺ റീജിയണിലാണ്. അപ്പോൾ കോസ്റ്റൽ ഏരിയാസിലും റിവർ ഡെൽറ്റാസിലും നോർത്ത് ഈസ്റ്റ് റീജിയണിലും ആണ് കൂടുതലായിട്ടും വെറ്റ് ലാൻഡ് ഫാമിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. മൺസൂണിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയാലും മതി, കൂടുതലും മഴ കിട്ടുന്നത് ഈ ഒരു ഏരിയാസിലൊക്കെയാണ്. അപ്പോൾ വെറ്റ് ലാൻഡ് ഫാമിംഗ് നടത്തണമെങ്കിൽ നമുക്ക് ഒരു വാട്ടർ ലോഗ് കണ്ടീഷൻസ് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെ ഒരു വാട്ടർ ലോഗിങ് കണ്ടീഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് എവിടേക്കാണ്? കോസ്റ്റൽ ഏരിയാസിൽ, ദെൻ റിവർ ഡെൽറ്റാസിൽ, പിന്നെ നോർത്ത് ഈസ്റ്റ് റീജിയണിൽ. അടുത്തതാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ്. പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, എനിക്കിപ്പോൾ ഇന്ന് കഴിക്കാൻ ഇത്ര ചോറ് മതി, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഇത്ര അരി മതി, അപ്പോൾ ഞാൻ അത്രയും മാത്രമേ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നു, അതെനിക്ക് പുറത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനോ ഒന്നും താല്പര്യമില്ല, ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നു. അതാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രിമിറ്റീവ് രീതിയിലുള്ള സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ജും കൾട്ടിവേഷൻ. ഇതിനെ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്നും പറയും, ജും കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും. അതായത് ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്തു, അത് ഹാർവസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ റെസിഡ്യൂസ്, അഗ്രികൾച്ചർ റെസിഡ്യൂ എല്ലാം അവിടെ ഇട്ട് കത്തിക്കുന്നു. ഞാൻ വേറൊരു സ്ഥലത്ത് പോയി അവിടുത്തെ ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് അവിടെ കൃഷി ചെയ്യുന്നു. അവിടെയും ഇതുപോലെ തന്നെയാണ്, ഹാർവസ്റ്റ് കഴിയുമ്പോൾ ഈ റെസിഡ്യൂസ് എല്ലാം അവിടെ ഇട്ട് കത്തിക്കുന്നു, ഞാൻ വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എവിടെയാണ് കൃഷി ചെയ്യുന്നതെന്നുള്ളത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കോൺസ്റ്റന്റ്ലി ഷിഫ്റ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ജും കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനമൊന്നുമല്ല. ഈ ജും കൾട്ടിവേഷനെ തന്നെ മിൽപ്പ എന്ന് പറഞ്ഞ പേരിലാണ് സെൻട്രൽ അമേരിക്കയിലും മെക്സിക്കോയിലും ഒക്കെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ലിഡാങ് എന്ന് പറയുന്ന പേരിലാണ് ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ള റീജിയണിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ്, അതായത് പണ്ട് ആലോചിക്കുക, പണ്ടത്തെ ആൾക്കാർ അത്ര സെറ്റിൽഡ് ലൈഫ് ഒന്നും ഉള്ള ആൾക്കാരല്ലായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും, അവരിങ്ങനെ പോകുന്നതിനനുസരിച്ചും പിന്നെ എന്താണ്, നമുക്ക്
കൃഷി ചെയ്യുന്നതിൻ്റെ കൂടെ വളമൊന്നും ഇട്ട് അതിൻ്റെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നിലനിർത്താനൊന്നും പണ്ടത്തെ ആൾക്കാർക്ക് അറിയത്തില്ല, പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരിടത്ത് കൃഷി ചെയ്തു അവിടുത്തെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി പോയെന്നുണ്ടെങ്കിൽ അവിടെ കൃഷി നിർത്തിയിട്ട് അടുത്ത സ്ഥലം കണ്ടുപിടിക്കും. അപ്പോൾ ആ കൃഷി നിർത്തുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ചപ്പ് ചവറെല്ലാം അവിടെ തന്നെ ഇട്ട് കത്തിച്ചിട്ട് പോകും. അപ്പോൾ അതാണ് സ്ലാഷ് ആൻഡ് ബേൺ അല്ലെങ്കിൽ ജും കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുണ്ട്, ദെൻ ഛത്തീസ്ഗഡ് റീജിയൻസിലുണ്ട്, ആൻഡമാനിലുണ്ട്, ഒഡീഷ, വെസ്റ്റേൺ ഘാട്ട് ഏരിയാസ്, രാജസ്ഥാൻ, ഹിമാലയ, ജാർഖണ്ഡ്, അങ്ങനെ ഒരുപാട് ഏരിയാസിൽ, എസ്പെഷ്യലി ഇങ്ങനെ പറയുകയാണെങ്കിൽ ട്രൈബൽ ഏരിയാസിലൊക്കെ പ്രിമിറ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ആണ്. ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് നേരത്തെ പറഞ്ഞ സബ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ചെറിയ ഏരിയയിൽ ചെറിയ ടെക്നോളജീസ് അല്ലെങ്കിൽ ചെറിയ ആയുധങ്ങളും വെച്ചിട്ട് ലേബർ ഇൻറ്റൻസീവ് ആയിട്ട് നടത്തുന്നതാണ്. അതായത് അവിടെ ജോലി ചെയ്യാൻ ആൾക്കാരെ കൂടുതൽ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ചെറിയ സ്ഥലത്ത് ചെറിയ മെഷീൻസ് ഒക്കെ വെച്ചിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി റൈസ്, വീറ്റ്, പൾസസ് ഇങ്ങനത്തെ കൃഷിയായിരിക്കും ഈ ഒരു ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ വരുന്നത്. അത് ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയൻസിലൊക്കെ തന്നെ ഈ ഒരു ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് കാണാം, സ്പെഷ്യലി ഇൻ റിവർ വാലീസ്. ഇനി അടുത്തത് കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ്. ഇത്രയും നേരം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്, സബ്സിസ്റ്റൻസിന് വേണ്ടി മാത്രമാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എനിക്ക് കുറച്ച് എക്സസ് പ്രൊഡക്ഷൻ ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും, അത് സെല്ല് ചെയ്യും. അപ്പോൾ ഉണ്ടായാൽ സെല്ല് ചെയ്യും എന്നുള്ളതിനേക്കാൾ സെല്ല് ചെയ്യാനായിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് എനിക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ പുറത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത്. അത് ലാർജ് സ്കെയിൽ കൾട്ടിവേഷൻ ആണ്. ആൻഡ് നമ്മുടെ ഉദ്ദേശം എന്താണ്, മാർക്കറ്റിൽ അത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ആവശ്യത്തിന് ചിലപ്പോൾ ഞാൻ കുറച്ച് എടുക്കുമായിരിക്കും, പക്ഷെ എന്നാലും എൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യലി നമ്മൾ മിക്ക പ്രൊഡക്ട്സും കൊമേഴ്ഷ്യലി കൃഷി ചെയ്യാറുണ്ട്, ബട്ട് മെയിൻലി കോട്ടൺ, പിന്നെ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ട്സ് ലൈക്ക് കാറ്റൽസ്, ഷീപ്സ്. ഇപ്പം നമ്മൾ കാറ്റിൽ, ഷീപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ മിൽക്ക്, മീറ്റ് ഇതൊക്കെ നമ്മൾ സെല്ല് ചെയ്യും അല്ലേ. അപ്പോൾ കൊമേഴ്ഷ്യലി നമ്മൾ അഗ്രികൾച്ചർ നടത്തുവാണെങ്കിൽ അതിനെയാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഓൾ റീജിയൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൊമേഴ്ഷ്യൽ ഫാമിംഗ് കാണാൻ പറ്റും. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് ലൈഫ് സ്റ്റോക്ക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഗ്രേസിംഗ് ലാൻഡൊക്കെ വേണം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ളിടത്തൊക്കെ ഈ കൊമേഴ്ഷ്യൽ ഫാമിംഗ് പ്രിവൈലൻ്റ് ആണ്. അടുത്തതാണ് പ്ലാന്റേഷൻ ഫാമിംഗ്. പ്ലാന്റേഷൻ ഫാമിങ്ങും നമ്മൾ ഈ കൊമേഴ്ഷ്യൽ ഫാമിംഗ് പറയുന്നത് പോലെ തന്നെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള കൾട്ടിവേഷൻ ആണ്. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ക്രോപ്പ് ആയിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ടീ പ്ലാന്റേഷൻസ് ഉണ്ടാവാം, റബ്ബർ പ്ലാന്റേഷൻസ് ഉണ്ടാവാം, കോഫി പ്ലാന്റേഷൻസ് ഉണ്ടാവാം. അങ്ങനെ ഒരു സിംഗിൾ ക്രോപ്പിനെ ഉന്നം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്രോപ്പ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളൊരു ലാർജ് ഏരിയയിൽ ഈ ഒരു സിംഗിൾ ക്രോപ്പ് മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ പ്ലാന്റേഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടീ, കോഫി, റബ്ബർ, ഷുഗർ കെയിൻ ഇതൊക്കെയാണ് പ്ലാന്റേഷൻ ഫാമിംഗ്. ഇനി റീജിയൻസ് നോക്കുവാണെങ്കിൽ ടീ നമ്മൾ മെയിൻലി ഗ്രോ ചെയ്യുന്നത് ആസാമിലും കേരളയിലുമാണ്. അതുപോലെ തന്നെ കോഫി മെയിൻലി ഗ്രോ ചെയ്യുന്നത് കർണാടകയിലാണ്. ഷുഗർ കെയിൻ UP-യിലും മഹാരാഷ്ട്രയിലുമാണ്. അപ്പോൾ ലാർജ് സ്കെയിലായിട്ട് ഒരു സിംഗിൾ ക്രോപ്പ്, അതും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി തന്നെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ പ്ലാന്റേഷൻ എന്ന് പറയുന്നു. ടീ, കോഫി, റബ്ബർ പോലത്തെ സാധനങ്ങളായിരിക്കും ഈ ഒരു പ്ലാന്റേഷനിൽ ഉണ്ടാവാറ്. ടീ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ആസാമിലും കേരളയിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കോഫി ആണെങ്കിൽ കർണാടകയിലാണ്. ഷുഗർ കെയിൻ UP-യിലും മഹാരാഷ്ട്രയിലുമാണ്. ഇനി അടുത്തതാണ് മിക്സഡ് ഫാമിംഗ്. മിക്സഡ് ഫാമിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിന് പകരം നമ്മൾ അതിൻ്റെ കൂടെ ലൈഫ് സ്റ്റോക്കിനെ ആഡ് ചെയ്യും, ഫിഷിനെ ആഡ് ചെയ്യും. അങ്ങനെ പല അക്വാകൾച്ചർ, അങ്ങനെ പല സെറികൾച്ചർ പോലത്തെ പല ഫാമിംഗ് രീതികൾ അല്ലെങ്കിൽ പല ഫാമിംഗ് സെക്ഷൻസിനെ അലീഡ് ആക്ടിവിറ്റീസിനെ കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഫാമിംഗ് നടത്തും. അതിനാണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റോക്ക് റിയറിങ്ങും ക്രോപ്പ് കൾട്ടിവേഷനും ഒരുമിച്ച് വരുന്നു. അപ്പോൾ മെയ്സ്, വീറ്റ് പോലെയുള്ള സാധനങ്ങൾ അതിൻ്റെ കൂടെ കാറ്റിൽ ഫാമിംഗ് കൂടി നടത്തുന്നു. അത് മോസ്റ്റ്ലി ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര പോലുള്ള റീജിയൻസിലാണ് ഈ ഒരു മിക്സഡ് ഫാമിംഗ് പ്രിവൈലൻ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തതാണ് കോപ്പറേറ്റീവ് ഫാമിംഗ്. കോപ്പറേറ്റീവ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല,
ഒരുപാട് ഫാമേഴ്സ് ഒരുമിച്ച് വരുന്നു. അവരൊരുമിച്ച് വന്നിട്ട് അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് എല്ലാം കൂടെ ഒരു പൂളാക്കി എടുക്കുന്നു. എന്നിട്ട് ഈ ഒരു പൂളിൽ അവർ ഫാമിംഗ് നടത്തുന്നു. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ലാൻഡ് ഹോൾഡിങ്സ് ഭയങ്കര ഫാമേഴ്സിൻ്റെ കയ്യിൽ കുറവാണ്. അപ്പം ഈ സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് ഉള്ള ഫാമേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു ഫാം ലാൻഡിൽ കൃഷി നടത്തുന്നു. ഇപ്പം പറയുവാണെങ്കിൽ ഒരാളുടെ കയ്യിൽ ട്രാക്ടർ ഉണ്ട്, പക്ഷെ അയാളുടെ കയ്യിൽ ലാൻഡ് ഇല്ല. അപ്പോൾ ലാൻഡുള്ള ആളും ട്രാക്ടറുള്ള ആളും കൂടെ ചേർന്നിട്ട് ഈ ലാൻഡിൽ കൃഷി നടത്തുവാണ്. എന്നിട്ട് ഈ ട്രാക്ടർ അവർ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതെന്താണ്? അതൊരു കോപ്പറേഷൻ്റെ പുറത്ത് നടക്കുന്ന ഫാമിംഗ് ആണ്. അതാണ് കോപ്പറേറ്റീവ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ കോപ്പറേറ്റീവ് ഫാമിങ്ങും നമ്മുടെ ഇന്ത്യയിൽ ഓൾ അക്രോസ് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ മെയ്സ്, വീറ്റ്, ലൈഫ് സ്റ്റോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഇത് ഫാമിങ്ങിൻ്റെ എഫിഷ്യൻസി കൂട്ടും, അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും കൂട്ടും കോപ്പറേറ്റീവ് ഫാമിംഗ്. ഇപ്പം നമ്മൾ കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡും കോപ്പറേറ്റീവ് ഫാമിംഗ് ആണ്. അതായത് നമ്മൾ സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് വെച്ചിട്ട് കുറച്ച് കൃഷി ചെയ്യുന്നതിന് അവർ എന്ത് ചെയ്യും? എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഒരു വലിയ ലാൻഡ് ഹോൾഡിങ്ങിൽ കൃഷി ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഏക്കർ സ്ഥലത്ത് ഞാനൊരു ട്രാക്ടർ റെൻറ്റിന് എടുക്കുന്നതിനേക്കാളും 10 ഏക്കർ സ്ഥലത്ത് ആ ഒരു ട്രാക്ടറിൻ്റെ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് റെൻ്റൊക്കെ സേവ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു എക്കണോമി നോക്കിയിട്ട് കോപ്പറേറ്റീവ് ഫാമിംഗ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ ടൈപ്പ് ഓഫ് ഫാമിംഗ് കണ്ടു. ഇനി ഏതൊക്കെ സീസണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്നുള്ളതാണ്. ഇന്ത്യയിൽ മെയിനായിട്ടും 3 ക്രോപ്പിംഗ് സീസൺസ് ആണ് ഉള്ളത്: ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ്. ഖാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൺസൂൺ ക്രോപ്സ് ആണ്. അതായത് നമ്മളതിനെ സോ ചെയ്യുന്നത് മൺസൂണിലും ഹാർവസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലുമാണ്. ഇത് വളരെ റെയിൻഫോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് ആയിരിക്കും. എക്സാമ്പിൾ റൈസ്, മെയ്സ്, മില്ലറ്റ്, പൾസസ്, കോട്ടൺ, ഗ്രൗണ്ട്നട്ട് ആൻഡ് സോയാബീൻ. ഇത് മോസ്റ്റ്ലി കാണുന്ന റീജിയൻസ് എന്ന് പറയുന്നത് ആസാം, വെസ്റ്റ് ബംഗാൾ, ദെൻ കോസ്റ്റൽ ഏരിയാസ്, പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര പോലത്തെ റീജിയൻസ് ആണ്. ആൻഡ് ഇതിപ്പോൾ നമ്മൾ ഖാരിഫ് ക്രോപ്സ്, റാബി ക്രോപ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുമെങ്കിലും ചില ക്രോപ്സ് ലൈക്ക് പൾസസ്, ഗ്രൗണ്ട് നട്ട് ഒക്കെ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഖാരിഫിൽ മാത്രമാണ് അത് കൃഷി ചെയ്യുന്നതെങ്കിൽ സൗത്ത് ഇന്ത്യൻ റീജിയൻസിൽ അത് റാബി സീസണിലും കൃഷി ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യൻ റീജിയൻ്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എപ്പോഴും ചൂട് കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ് അല്ലേ? മഴയും അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ചില ഈ ഇപ്പോൾ പറയുവാണെങ്കിൽ ഉരദ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ബ്ലാക്ക് ഗ്രാം ആണ്, നമ്മുടെ ഉഴുന്നാണ് ഉരദ് എന്ന് പറയുന്നത്, ഉഴുന്ന് ബ്ലാക്ക് ഗ്രാം. അപ്പോൾ ഈ ബ്ലാക്ക് ഗ്രാം എന്ന് പറയുന്നത് ഖാരിഫായിട്ടും റാബി ആയിട്ടും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അതിനതൊരു UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെയാണ്. ബ്ലാക്ക് ഗ്രാം എന്ന് പറയുന്നത് ഖാരിഫിലും റാബിയിലും കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. റാബി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്റർ ക്രോപ്സ് ആണ്. അതിനെ നമ്മൾ സോ ചെയ്യുന്നത് മൺസൂൺ കഴിഞ്ഞിട്ടുള്ള പീരീഡിലായിരിക്കും. ഒക്ടോബറിൽ നമ്മൾ ഖാരിഫ് വിളവെടുത്തെങ്കിൽ ഒക്ടോബർ നവംബർ സീസണിൽ നമ്മൾ ഈ റാബി സോ ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് മാർച്ച് ഏപ്രിലായിരിക്കും. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ അതൊരു വിന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഡ്രൈ ആയിരിക്കും അല്ലേ? നമുക്ക് മൺസൂൺ അത്ര പ്രിവൈലൻ്റ് അല്ല, അല്ലെങ്കിൽ റെയിൻഫോൾ അത്ര പ്രിവൈലൻ്റ് അല്ല വിന്റർ സീസണിൽ. അപ്പോൾ നമ്മുടെ വിന്റർ ഡ്രയർ ആയിരിക്കും. അപ്പം ഇറിഗേഷൻ ആവശ്യമാണ് എന്തിന്? റാബി ക്രോപ്സിന്. ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റ്, ബാർലി, മസ്റ്റർഡ്, പീസ്, ലിൻസീഡ് ഇതൊക്കെയാണ്. ഇതും കൂടുതലും കാണപ്പെടുന്നത് ഒരു നോർത്തേൺ റീജിയൻസിൽ തന്നെയാണ്. ദെൻ ഇതിപ്പം സദേൺ സ്റ്റേറ്റ്സിന്റെ പേരില്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് സദേൺ സ്റ്റേറ്റ്സിൽ ഖാരിഫായിട്ടുള്ള ക്രോപ്സ് റാബി ആയിട്ടും അല്ലെങ്കിൽ ഓൾ ടൈമിൽ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈസ്, നമ്മൾ പറയുമ്പോൾ റൈസ് ഒരു ഖാരിഫ് ക്രോപ്പാണ്, പക്ഷെ റൈസ് 3 സീസണിലും കൾട്ടിവേറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഒരു പക്ക ക്ലാസിഫിക്കേഷൻ ഒന്നും പോസിബിൾ അല്ല, ബട്ട് മോസ്റ്റ്ലി ഉള്ള സംഭവം വെച്ചിട്ടാണ്, അതായത് മെജോറിറ്റി എവിടെ കൃഷി ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത് റൈസ് ഖാരിഫ് ആണെന്നും വീറ്റ് റാബി ആണെന്നും ഒക്കെ. ഇനി സെയ്ദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ക്രോപ്സ് ആണ്. ഈ സമ്മർ ക്രോപ്സ് ആക്ച്വലി നമ്മുടെ റാബി അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഖാരിഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരുന്ന ഒരു 2 months പീരീഡിൽ നമുക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ, അതാണ് സെയ്ദ് ക്രോപ്സ് എന്ന് പറയുന്നത്. ലൈക്ക് വാട്ടർ മെലൺ, മസ്ക് മെലൺ, കുക്കുംബർ പോലത്തെ സാധനങ്ങൾ, ഫോഡർ, കാറ്റിൽ ഫോഡേഴ്സ്, ഇതൊക്കെ കാണാം. ആൻഡ് ഇത് ഷോർട്ട് സീസൺ ക്രോപ്സ് ആണ്. റാബിക്കും ഖാരിഫിനും ഇടയ്ക്കുള്ള ഷോർട്ട് സീസൺ ക്രോപ്സ് ആണ്. വാം വെതറിൽ ഇറിഗേഷനോടെ മാത്രമാണ് നമുക്കിതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ത്യയിലെ ക്രോപ്പിംഗ് സീസൺസും ഫാമിംഗ് മെത്തേഡ്സും.